ഒരു വാക്യം വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവെഴുത്ത് വായിച്ച് സഹായിച്ചു. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. സഭായോഗമായി കൂടുവാൻ അവിടുന്ന് കൃപ നൽകി. അവിടുത്തെ ദാസിദാസന്മാരെയും ശക്തീകരിച്ചതിനാലും ശുശ്രൂഷകൾ ഇത്രത്തോളം ഭംഗിയായി നടത്തുവാൻ കൃപ ചെയ്തതിനാലും സ്തോത്രം. ഇംഗ്ലീഷ് വർഷിപ്പിലും മെസ്സേജിലുമൊക്കെ അവിടുത്തെ കൃപ ചൊരിഞ്ഞു. മലയാളം വർഷിപ്പിലും അവിടുത്തെ മകനീയ സാന്നിധ്യം പകരുന്നതോർത്ത് സ്തോത്രം. സാക്ഷ്യം പ്രസ്താവിച്ചവരെയും ആശീർവദിക്കണം. പ്രാർത്ഥനാ വിഷയത്തിൽ ആയിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണം. തുടർന്ന് അല്പമിനിറ്റുകൾ തിരുവചന ധ്യാനിപ്പാൻ ഞങ്ങൾ ആശിക്കുന്നു. എളിയവനെ ബലപ്പെടുത്തണം, പുത്രനെ മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കലവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിന്മാർഗം ഊഹിക്കാതോ കാണും ഗഗനതലം അതു മനുജഗണനെയും അതിശയിച്ചുയരും വിധൗത്തവ ഭാഗ്യമായി വാഴ്ത്താനാതോ സൗഖ്യം ദേശമെങ്കിലും ഉറപ്പാന സൗഖ്യം ദേശമെങ്കിലും ഉറപ്പാന കട്ടുത്തു നീയണയും സമയത്തോ ടുത്തു നീയണയും സമയത്തോ ശ്രീ മഹാരാജ്ഞികൾ നിന്നെ കാണുവാൻ സ്വർഗ്ഗാഗാമിനിഗണം അധിക കുതുകമോടാതെ അരികെ വരും. തവ കൈകളെ കാന്തൻ പിടിക്കും മോദവാൻ നിത്യ സ്നേഹഭാവനത്തിനുള്ളിൽ പൂവാൻ നിത്യ സ്നേഹഭാവനത്തിനുള്ളിൽ പൂവാൻ ബാലസൂര്യകാന്തി കോലും ചേലയും ചിറകിനാൽ നീ മേലുലകം കടക്കുന്നതാ ജയ പോരാ കനകമണി ഒരു ഗണിക സുതരോട് സഹിതമാടിയിലാണിടും തവ ബാബിലോൺ ശിക്ഷയ പോരാവി ജയ കാൺമാൻ ബാലനീവ വേഗണം നിൻവേ ജയ കാൺമാൻ ബാലനീവ വേഗണം നിൻവേ ജയ നിൻമുഖത്തു നിന്നു തൂകും നന്മൂരത്തിലമ്പ് നിൻമുഖത്തു നിന്നു തൂകും നന്മൂരത്തിലമ്പ് മുങ്ങിലേക്കൊണ്ടു ദിവ്യജ്ഞാനികൾ മുങ്ങിലേക്കൊണ്ടു ദിവ്യ നിന്റെ നന്മൊഴി കഴികണയുവതിനൊരു നവ്യനയസയൻസുമില്ലതുലമ്മതിക്കും നജ്ഞരല്ല പ്രാണികൾ തെല്ലും ഉണ്മയറിയുന്നതില്ലേ മാനികൾ തെല്ലും ഉണ്മയറിയുന്നതില്ലേ അത്തിമരത്തിന്റെ കായ്കൾ വ്യക്തമായി പാഴൂത്തിടുന്നു ബോസ്തനി വള്ളികൾ പൂത്തൂവി
പേശുന്നു. ഗന്ധം സ്വസ്ഥരെങ്കിലും ഈ പ്രപഞ്ചരസം ശ്വസിച്ചുണർവറ്റുപോയൊരു ശിഷ്ടരിൽ നാസികാഗ്രത്തിൽ യേശുന്നു. അപർലപ്തരായി സുവാർത്തയോദാൻ പേശുന്നു. അപർലപ്തരായി സുവാർത്തയോദാൻ പേശുന്നു. മേലിലുള്ള യെരൂശലേമേ കാലമെല്ലാം കഴിയുന്ന മേലിലുള്ള യെരൂശലേമേ കാലമെല്ലാം കഴിയുന്ന നാളിയെന്നെ ചേർക്കണേ നിൻ കൈകളിൽ. നാദാലലിൽ കൃപയുടെ മനുജ മനുതി അനുമതി പതിനരുളന് സഭയാകുമി ഉൾപ്പമാം സാധു കൈതലിൽ. നിന്റെ പാലനം അല്ലാതെ എന്നീ പൈകളിൽ. നിന്റെ പാലനം അല്ലാതെ എന്നീ പൈകളിൽ. നിന്റെ പാലനം അല്ലാതെ എന്നീ പൈകളിൽ. കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരയറ്റാം. ഇത് വളരെ നന്നായിരിക്കുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് രണ്ട് പാട്ടുകൂടെ പാടും. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സഭായുഗത്തിൽ സംബന്ധിപ്പാൻ ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് മഹത്വം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രധാന ചുമതല വഹിക്കുന്ന ആദരണീയ കർത്തദാസൻ, ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനും ആയിരിക്കുന്ന അദ്ദേഹം എന്നെ പ്രിയനെ എന്നാ വിളിക്കുന്നത്. അപ്പോൾ ആദരണീയ കർത്തദാസൻ ബേജായനും കുടുംബത്തിനും ഈ മാന്യസഭയിൽ അദ്ദേഹത്തോട് കൂടെ കർത്താവിന്റെ വേലിരിക്കുന്ന സഹശുശ്രൂഷകന്മാരായ എല്ലാ ബഹുമാന്യ കർത്തദാസന്മാരും, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, അത് ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ ഇവിടെ സംഗീത ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, സഹോദരി സഹോദരന്മാർ, ഈ സഭായുഗത്തിൽ അതിഥികളായിട്ടും ആദ്യമായിട്ടും വിശേഷിച്ച് ഈ സ്ഥലസഭയുടെ മെമ്പേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ പലരും ഈ സഭായുഗത്തിൽ സംബന്ധിക്കുന്നു. അങ്ങനെ ഈ സഭായുഗത്തിൽ ശരീരം കൊണ്ട് ദൂരസ്ഥലെങ്കിലും ആത്മാവിന് സമീപസ്ഥരായി സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബഹുമാന്യരായി പ്രിയപ്പെട്ടവർ ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ, നിങ്ങൾക്ക് അറിവുള്ളതുപോലെ ചില നാളുകൾക്ക് മുമ്പ് ഒരു സഭായത്തിലൂടെ സംബന്ധിച്ചു വന്ന് ദൈവദാസനില്ല, എന്നിരുന്നാലും ശുശ്രൂഷയ്ക്ക് അവസരവും തന്ന് വളരെ മാന്യമായി ദൈവമക്കളെല്ലാം സഹകരിച്ചു. അതിനുശേഷമായിട്ട് അദ്ദേഹവുമായിട്ട് ഞാൻ കണ്ട് വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ഇനിയും വിവരിക്കുന്നില്ല. ഞാൻ ചോദിച്ചു എപ്പം നിർത്തണം, 12:30 കഴിഞ്ഞ് നിർത്തിയാൽ മതി എന്നാ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സമയം അധികം കവർന്നു നിൽക്കുന്നില്ല. പലരും സാക്ഷ്യം പ്രസ്താവിക്കാനും പല കാര്യങ്ങള് പറയണമെന്ന് ഉദ്ദേശിച്ചാ വന്നത്, എന്നാൽ എനിക്ക് സമയം അനുവദിച്ചു തന്നു. അതിൽ നിങ്ങളോടും നന്ദിയുള്ളവനായിട്ടിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചിലയിടങ്ങളിലെ ശുശ്രൂഷകൾക്ക് ചെല്ലുമ്പോൾ ഞാൻ പറയും, എനിക്ക് ചില സമയം തരുന്നെങ്കിലേ വിളിക്കാവൂ, അല്ലെ ഞാൻ ഇരിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ചോളാം. ഇന്നിടത്ത് നിന്ന് വന്നു, ഇന്ന ആളാ, ഇന്നതുപോലെ, അത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഒരാളോട് പറഞ്ഞു, ഞാന് ഒരു ശുശ്രൂഷ എന്നാൽ അവർക്കും പ്രയോജനം വേണം, എനിക്കും പ്രയോജനം വേണം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സാഖ്യ ഗണിക്കട്ടെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. നമ്മളൊരു ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ കേൾക്കുന്നവർക്ക് പ്രയോജനമാകണം. അപ്പൊ അത് അല്പസമയം ലഭിച്ചെങ്കിലേ ഒക്കൂ. അല്പം കൊണ്ടും അധികം കൊണ്ടും ഒക്കെ ദൈവം പ്രവർത്തിക്കും. എന്നാൽ എനിക്ക് ഇത്രയും സമയം നിങ്ങളുടെ സാക്ഷ്യമൊക്കെ ചുരുക്കി എനിക്ക് തന്നതില് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും, കർത്താവിന്റെ ദാസന സഭയ്ക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ഇനി കവിവാചകം പോലെ തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങള് നമുക്ക് ചിന്തിക്കാം. പ്രിയ അലക്സ് ചായനും കുടുംബ ആരാധനയെ സംബന്ധിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പലരെയും പരിചിതരാണ്.
കുമ്പനാട് കൺവെൻഷന് വന്നപ്പോൾ പല സഹോദരന്മാരെ കണ്ടു, അവര് കൂട്ടായ്മ കാണിച്ചു, അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും പേര് തിട്ടമില്ല. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിപ്പാന് ദൈവം കൃപ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസം ഇവിടെ ഡാലസിലെ കൺവെൻഷൻ ആയിരുന്നു. അപ്പൊ സഭായോഗത്തിന് ഇവിടെ സംബന്ധിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു. അടുത്ത 7, 8, 9 അവിടെ ഡാലസിലെ ചർച്ചക്കോടിലെ കൺവെൻഷന്, അതിനുശേഷമായിട്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം അമേരിക്കയുടെ ചില സ്റ്റേറ്റുകളിലൊക്കെ കൺവെൻഷനും യോഗങ്ങളും ഉണ്ട്. ഫ്ലോറിഡയിലും ന്യൂയോർക്കിലും ഒക്കെ ആയിട്ട്, ഫിലഡൽഫിയയില്. എനിക്ക് ഇവിടുത്തെ പേരുകളെല്ലാം പറയാൻ അത്ര നാക്ക് വഴങ്ങിയല്ല. അപ്പൊ ഞാൻ തെറ്റുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ക്ഷമിച്ചേക്കണം. അപ്പം അവിടെയൊക്കെ ദൈവം അനുവദിക്കുന്ന പക്ഷം ചെന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകണം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ബൈബിൾ പാസ്റ്ററുടെ ബന്ധുക്കാരൻ ആണല്ലോ അച്ചമ്മച്ചായൻ. കഴിഞ്ഞ കൺവെൻഷൻ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഫോണിൽ കൂടി അതായത് ഇവിടെ നിന്ന് ഞാൻ നാട്ടിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. കൂട്ടായ്മകൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇനി മറ്റ് മുഖവരകളൊന്നും ഞാൻ പറയുന്നില്ല. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. കർത്താവ് എല്ലാവരെയും നിങ്ങളെ മസിൽ പിടിച്ചൊന്നും ഇരിക്കരുത്. ഫ്രീ ആയിട്ടിരിക്കണം. ശ്വാസം വിടണം. ഇടയ്ക്ക് സ്തോത്രം പറയണം. കൈയടിക്കാനും എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യാൻ അങ്ങനെ പ്രേരണ ഇതായിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. അഥവാ കിട്ടിയാൽ അതങ്ങനെ അങ്ങ് ചെയ്തോണം. ഒന്നാമത് നമുക്കെല്ലാം പല ദീനങ്ങളുള്ളതാണ്. പിന്നെ മസിൽ പിടിച്ചിരുന്നാൽ ഇത് കൂടും. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ നിലയിലും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം. നിങ്ങൾക്കറിയാം, നമുക്കറിയാം, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ സിംഹഭാഗ ലേഖനങ്ങളും പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. നിങ്ങൾക്കറിയാം, 21 ലേഖനങ്ങളിൽ ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയ ലേഖനമാണ്. ഇഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം, ഇങ്ങനെ 21 ലേഖനം. ഇതിലെ പൗലോസിന്റെ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് തരംതിരിച്ച് പഠിക്കുമ്പോൾ രക്ഷാതത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനമുണ്ട്, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനമുണ്ട്, സഭാശാസ്ത്രപരമായ ലേഖനമുണ്ട്, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമുണ്ട്. അത് ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. അപ്പോൾ രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അതിലെ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1, 2 ലേഖനം. എന്തുവാ ഈ അന്ത്യകാല ശാസ്ത്രം? ഒറ്റ വാക്കിൽ സാധാരണ ആൾക്കാർ പറയും, കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും. അത് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1, 2 ലേഖനം. ഈ 2 ലേഖനം നാം പഠിക്കുമ്പോൾ 2 ലേഖനത്തിൽ 2 വിഷയമാണ് പ്രധാനമായിട്ട്. ആ 2 വിഷയം 2 പ്രത്യക്ഷതയാണ്. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷതയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളിങ്ങനെ പമ്മി ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 2 ലേഖനത്തിൽ 2 പ്രത്യക്ഷത, അത് 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ഒന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2 എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അന്തിക്രിസ്തു എന്നൊക്കെ ചിലര് പറയാറുണ്ട്, പ്രസംഗിക്കാറുമുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പം കഴിവിന്റെ പരമാവധി മനസ്സിലാക്കിയപ്പോൾ എതിർ ക്രിസ്തു എന്ന് പറയാനാ താല്പര്യപ്പെടുന്നത്. എന്നാലും അത് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ഒരു ഉണർവില്ല. അന്തിക്രിസ്തു എന്ന് പറയുമ്പോൾ ലേലിയ പറയും. അപ്പൊ എന്തായാലും 2 പ്രത്യക്ഷത, 2 വ്യക്തികളുടെ പ്രത്യക്ഷത.
ഒന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, രണ്ട് എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നിങ്ങൾക്കറിയാം, ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. രണ്ടാം ലേഖനം 2:9 വായിച്ചോ തെളിവിനെ. രണ്ടാം ലേഖനം 2:9. രണ്ടാം ലേഖനം ധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്. ലേഖനമാ വായിച്ചെന്നാ തോന്നുന്നത്. ആണോ? ഒന്നും രണ്ടും തെറ്റരുത്. അതോ ഞാൻ ഇംഗ്ലീഷ് പറയണം? അവൻ രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദം അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. എതിർ ക്രിസ്തുവിന് സ്വഭാവവും ആ സന്ദർഭവും അനുസരിച്ച് പല പേരുകൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എതിർ ക്രിസ്തു, അവൻ വരുവാനുള്ള പ്രഭു, തുമ്പകെട്ട ഇടകൻ, അവൻ നാശകൻ, അവൻ അധർമ്മമൂർത്തി, ഇങ്ങനെയുള്ള പല പദപ്രയോഗങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി യാതൊരു ഉത്തരവാദിത്വമില്ല. അതെ, ആ ഭാഗം വിടുക. നമ്മൾ വായിച്ചത് ഒന്നാം ലേഖനത്തിൽ നിന്നാണ്. ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാണല്ലോ നമ്മുടെ പ്രതീക്ഷ, ആശയം. സ്തോത്രം. മുന്നേയും നാമന്നീ, മുന്നേയും നാമന്നീ, എന്നും മാറാതിരുന്നവനീ, മുന്നേ ഇരുന്നവനീ, എന്നും മാറാതിരുന്നവനീ, വന്നവൻ നീയെ, വരാനുള്ളവൻ നീയെ, വന്നിത വല്ലഭനേ, വന്നവൻ നീയെ, വരാനുള്ളവൻ നീയെ, വന്നിത വല്ലഭനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദകാരണനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദകാരണനേ, ഇന്നലെയും ഇന്നും എന്നും ആനന്ദനെ, വന്ദനം വന്ദനമേ, ഇന്നലെയും ഇന്നും എന്നും ആനന്ദനെ, വന്ദനം സുന്ദര രക്ഷകനേ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഒന്നാം ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമുക്കറിയാം, ഒന്നാം ലേഖനത്തിൽ 5 അധ്യായമുണ്ട്. 5 അല്ലയോ? 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. വായിച്ചു. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19, 3-ന്റെ 13, 4-ന്റെ 13 മുതൽ താഴോട്ടും 5-ന്റെ 23. പെട്ടെന്ന് വായിച്ചു. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ച പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു, അടുത്തത് സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാണ്. അപ്പൊ യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് എന്ന് പറഞ്ഞ യേശു പ്രത്യക്ഷപ്പെടുമെന്ന് ഒരു സന്തോഷമില്ല. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാസന്മാരെ കിടക്കി ഇളക്കുമല്ലോ. സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടെ ചെല്ലു പറഞ്ഞ പോരാ പോരാന്ന് പറഞ്ഞ് നിൽക്കുക. അങ്ങനൊന്നും അല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. പറഞ്ഞാലും പറഞ്ഞില്ലേലും പ്രത്യാശയുടെ വചനം കേൾക്കുമ്പം ദൈവത്തെ നൽകപ്പെടുത്തണം. സ്തോത്രം. ഇത് IPC തന്നെ ആണല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രതീക്ഷ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവാണ്. സ്തോത്രം. അവിടെ വായിക്കാം, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവാകുന്ന മിശിഹാ തമ്പുരാൻ പ്രത്യക്ഷപ്പെടാൻ പോവാം.
2:19 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുക, യേശു പ്രത്യക്ഷപ്പെടുമെന്ന്. യേശു പ്രത്യക്ഷപ്പെടും, ഉറപ്പാ. ഇനി 3:13 വായില്ലേ? നമ്മുടെ കർത്താവായ രണ്ടുപേരും മഴ കൊണ്ടാകരുത്, രണ്ടുപേർക്കും വാക്യം തരാം, ഇഷ്ടം പോലെ വാക്യം വായിച്ചു. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു. അവിടെ ആരാ വായിക്കുന്നത്? സഹോദരിമാരുടെ കൂട്ടത്തിൽ ആരാ വായിക്കുന്നത്? ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അവിടെ 3-ാമത്തെ ആയത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 4:13 മുതൽ നമ്മൾ സെക്രട്ടറി വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്ന ആചരിക്കുന്ന യേശു ഒരിക്കലും ജീവിച്ച് എഴുന്നേൽക്കുന്ന പോലെ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവനായി അവരോടുകൂടെ വരുത്തും. അടുത്ത വാക്യമായി കർത്താവിന്റെ പ്രത്യക്ഷത. കേറിക്കൊക്കരുത്, ഇവിടെ കൊടുത്ത് ഞാൻ വിടാം, പിന്നെ തരാം. ഇവിടെ വായിക്കും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. Praise the Lord. Praise the Lord. മണ്ണിൽ മൗനമുറങ്ങൂ തന്റെ വിശുദ്ധ എല്ലാ നിമിഷ. മണ്ണിൽ മൗനമുറങ്ങൂ തന്റെ വിശുദ്ധ എല്ലാ നിമിഷ. കാകല തോണിയുங்கள், കാകല തോണിയുங்கள், കാകല തോണിയുங்கள். ഓ നദിയുടെ ഉയർത്തിയ തിരുമുഖം കൂടെ പാടുന്നതിൽ അഭിനന്ദിക്കുന്നു. അതങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. പുതിയ പാട്ട് മോശമാണെന്നല്ല, ചിലത് മോശമാണ്. സ്തോത്രം. എല്ലാം മോശമല്ല, ചിലത്. അത് എന്റെ വിഷയമല്ലല്ലോ, വെറുതെ എന്തിനാ ആരോഗ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ 4-ാം അധ്യായത്തിലും വളരെ സ്പഷ്ടമായിട്ട് എഴുതി യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. പിന്നെ 16-ാം വാക്യം മുതൽ നമുക്കെല്ലാം മനപ്പാഠം എല്ലാവർക്കും അറിയാവുന്ന ഒറ്റക്ക് വരെ അറിയാം. കർത്താവ് താൻ ആണ്. ഇനി 5-ാം അധ്യായത്തിന്റെ 23 അത് തന്നെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടും. ആത്മാവും പ്രാണനും ദേഹവും എങ്ങനെയാ ഓർഡർ? ആത്മാവ് പ്രാണൻ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ഓർഡർ. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അങ്ങനെയാണ്. ഒടുവിലാണോ ബോഡി? അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കേട്ടിട്ട് ആകെ സൈബിസി വന്നതല്ലേ. അപ്പൊ ദൈവം വെച്ച ഓർഡർ കണ്ടോ? ഇങ്ങനെ ആത്മാവും പ്രാണനും ദേഹം. ഗതികേട് കൊണ്ടാണോ, പഠിപ്പീരിന്റെ ഒക്കാഴിയ കൊണ്ടാണോ, പൈവക്കേട് കൊണ്ടാണോ നമ്മൾ നേരെ തിരിച്ചാ പറഞ്ഞത്? ദേഹം തേങ്ങി നേരെ നമ്മൾ തിരിച്ചു. ദൈവം വെച്ചിരിക്കുന്ന ആത്മാവ് പ്രാണൻ ഓർഡർ, നമ്മൾ നേരെ തിരിച്ചിട്ടു. ദേഹം അല്ല, ദൈവം വെച്ച ഓർഡർ തെറ്റുന്നിടത്തെല്ലാം പ്രശ്നമാണ്. ദൈവം എല്ലാത്തിനും ഓരോ ഓർഡർ ഇട്ടിട്ടുണ്ട്, ഉണ്ട്, ക്രമമുണ്ട്. ആ ക്രമം എവിടെ തെറ്റും അവിടെ എല്ലാം പ്രശ്നം. വഴക്കുണ്ടാക്കാതിരിക്കാൻ ഒരു കാര്യം പറയാം. വിവാഹത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഓർഡറ്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. പിന്നെ ഉറക്കെ പറയുന്ന അവരാമാൻ ഒരു ദേഹമായി. അപ്പൊ ആദ്യം വിടുക, പിന്നെ
കറക്റ്റാ. ഞാൻ പറഞ്ഞ കാര്യം അച്ചായന് പിടി കിട്ടിയല്ലോ. അച്ചായൻ പറയണ്ട, വെറുതെ ഞാൻ ഏറ്റോടാം. പണ്ട് ഒരു തള്ള പറഞ്ഞ പോലെ വള്ളത്ത് മാതാമ്മ വിട്ട കീഴ്ശ്വാസം ഏറ്റെടുത്തൊന്നൊരു അമ്മ പറഞ്ഞു. അതുകൊണ്ട് അച്ചായനെ പ്രശ്നം ഉണ്ടാകരുത്, ഞാൻ ഏറ്റെടുത്തോളാം. ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ തെറ്റിച്ചാൽ അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും IPC ആണെങ്കിലും ചർച്ചത്തോടാണെങ്കിലും അസംബ്ലീസിനോടാണെങ്കിലും ആരാണെങ്കിലും ദൈവം വെച്ച ഓർഡർ വ്യത്യാസം വരുത്തിയാൽ അവിടെ മുഴുവൻ പ്രശ്നമാണ്. ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. നിങ്ങൾ എന്നേക്കാൾ അറിവും ജ്ഞാനവും വിവരമൊക്കെ ഉള്ളവരാ. എന്നെ പറ്റി ആൾക്കാർക്ക് പല ധാരണയിൽ ഒരാൾ പറഞ്ഞു അയാൾക്ക് വിവരമൊന്നും ഉള്ളവനല്ലെന്ന്. അത് സത്യവുമാണ്. അല്ല, എന്റെ വിവരക്കേട് ചിലപ്പം ഗുണമാകുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം. അത് നമ്മുടെ വിഷയത്തിൽ വരാം. വെറുതെ എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇവിടെ ദൈവം വച്ചിരിക്കുന്ന അവസ്ഥ 5:23 ഇവിടെ ആത്മാവും പ്രാണനും. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രധാനപ്പെട്ട വിഷയം ആത്മരക്ഷയാണ്. അത് കഴിഞ്ഞ ബാക്കി മുഴുവൻ, അതിന്റെ കീഴിലാണ് ബാക്കി മുഴുവൻ. ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, ഒരേ ഒരു വ്യക്തി, നസറേയനാകുന്ന യേശു ക്രിസ്തു. ആത്മരക്ഷ കരസ്ഥമാക്കിയാൽ നിങ്ങൾ ഏകരക്ഷക്കുള്ളതും ദൈവം തരും. ദൈവം വിശ്വസന. ആത്മരക്ഷ കരസ്ഥമാക്കി അവൻ പ്രാണനെ അവൻ കാത്ത് നീ ഞാനും നീയും അവൻ വിശ്വസ്തയോടെ നിന്നാൽ നിന്റെ ഏകരക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ ദൈവം വിശ്വസ്തന. പത്രോസിന്റെ ഭാഷകൾ പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടി തന്നെ തരുവാൻ നിന്റെ ദൈവം വിശ്വസ്തന. നശിച്ചു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നിന്റെ പ്രാണനും ദേഹവും ആത്മാവും ആ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അനീതിയായി വെളിപ്പെടാം. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, നീ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പോയാൽ നിന്റെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളതല്ല ദൈവം അടിച്ചു മാറ്റും. ദൈവം നിന്നെ വിടുവിക്കും. ദൈവം എന്നെ വിടുവിക്കും. ദൈവം നമ്മെ രക്ഷിക്കും. അതാതെ ഞാൻ മുമ്പോട്ട് ഓടിച്ചു പോകാം. അപ്പോൾ 1-ാം ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷമാണ്. 1-ാം ലേഖനത്തിലെ 5 അധ്യായത്തിൽ പൗലോസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോവുക. ആ 1-ാം അധ്യായത്തിലെ പ്രത്യക്ഷതയെ പറ്റി പറയുമ്പോ തന്നെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുക യേശു സ്വർഗത്തിൽ നിന്ന്. അപ്പൊ ഒരു ഉപദേശം അങ്ങ് സ്ഥാപിച്ചേക്ക് പോകുന്നതാണത്. സഭ മഹോദരവത്തിൽ കൂടെ പോവുകയല്ല. എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞു, അച്ഛാ ഇന്നയാള് പറഞ്ഞ പോവെന്ന്. ഞാൻ പറഞ്ഞു പുള്ളി പോട്ടെ, അയാൾ പോകാനിരിക്കുക, നമ്മളെന്തിനാ പുള്ളിയെ തടയുന്നത്? വെറുതെ എന്തിനാ ആരോഗ്യം ഉണ്ടാക്കുന്നേ? പുള്ളിക്ക് അതിൽ കൂടെ പോയി ഞാൻ ഇവിടെ ഒക്കെ പോയിച്ച് തിരിച്ചു വരുവാണെങ്കിൽ കാണാം. അല്ല ഇപ്പൊ നമുക്ക് പോകണ്ട. ഇവിടെ ഒരുത്തം പോകാനെങ്കിൽ താല്പര്യപ്പെട്ടിരിക്കുക, നമ്മളെന്നെ ചെയ്യാൻ പോട്ടെന്നു. പണ്ട് മല്ലപ്പള്ളിയിലെ പൊടിച്ചാൻ പറഞ്ഞ പോലെ പോയത് പോട്ടെ, ഓരടി വാപ്പി എന്ന് പറഞ്ഞ പോലെ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലേ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലേ
തടയാൻ ക്രോധം കടന്നു പോളം തെല്ലിടയിൽ ക്രോധം കടന്നു പോകുവോളം അരക്കകത്ത് കെട്ടി വാതിലടച്ച് അവൻ സുരക്ഷിതമാക്കുന്ന ഒരു കർത്തവുമുണ്ട്. വെള്ളപ്പൊക്കം വന്ന് തകരവന്റെ അവൻ ചെങ്ങാടം പോലെ വഴി നടന്നപ്പോൾ 8 എണ്ണത്തിന് ദൈവം രക്ഷിച്ചെന്ന്. മഹാപ്രളയത്തിൽ നിന്ന് 8 പേരെ അതിൽ നിന്ന് ആ പെട്ടകത്തിനകത്ത് സൂക്ഷിച്ചു. തീയിറങ്ങുന്നതിന് മുമ്പ് ലോകത്തിനെ കുടുംബത്തെ അവിടുന്ന് അവൻ രക്ഷിച്ചു. അളവിന്റെ ഇപ്പോൾ അവിടെ നിൽക്കുന്നെന്നാ പറയുന്നത്. ഞാൻ കണ്ടില്ല, അച്ചായൻ കണ്ടെന്നാ തോന്നുന്നത്. തള്ള തന്നെയാണ്, എനിക്കും അറിയത്തില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, വരുവാനുള്ള ആ മഹാ കോപത്തിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കും. ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, സഭ മഹോദരത്തിൽ കൂടെ പോകത്തില്ല. എന്നാൽ സഭ ഉപദ്രവത്തിൽ കൂടി പോകും. അത് സഭ തുടങ്ങിയ കാലം മുതലേ ഉണ്ടല്ലോ. പൗലോസ് പറഞ്ഞില്ല, ക്രിസ്തുവേശുവിന്റെ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം അനേക കഷ്ടങ്ങളിൽ കൂടെ പോകേണ്ടത്. അത് മഹോദരമല്ല. പണ്ട് നമ്മുടെ ഒരു ഉപദേശത്തോടെ വെച്ചാൽ ഈ മഹോദരവം എന്ന് വെച്ചാൽ എന്താ പുള്ളി പറഞ്ഞു, യോട്ടി ഉപദ്രവങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതാണ് മഹോദരവം. അവിടെ ഇവിടെ ഇരുന്ന ഉപദ്രവങ്ങളെല്ലാം കൂടെ സമയമാകുമ്പം പുള്ളി വ്യാഖ്യാനിച്ചത് അനേക നദികൾ ഒന്നിച്ചു വന്ന് ചേരുന്നതാണ് മഹാനദി. അപ്പൊ അതിലെല്ലാം ഒഴുകിയ നദിയെല്ലാം കൂടെ ഒന്നിച്ചു വന്ന് കൂടുമ്പോ അത് മഹാനദി എന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെ എല്ലാം ഇരിക്കുന്ന ഉപദ്രവങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതാണ്. അതിനകത്ത് സഭ പോവുകയല്ല, പോകത്തില്ല. ചില നോട്ടത്തിൽ വേണ്ടി ഞങ്ങൾ പോയി പോകണമെന്നുള്ള രീതിയിലാണ് അപ്പൊ 1-ാം അധ്യായത്തിൽ സഭ മഹോദരത്തിൽ കൂടെ പോകത്തില്ല. ആ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഇതിന് കൊടുത്തിരിക്കുന്ന യാക്കോബിന്റെ കഷ്ടകാലം, ആ കഷ്ടകാലത്ത് സഭ പോകുന്നില്ല മഹോദരത്തിൽ കൂടെ. അതാ 1-ാം അധ്യായത്തിലെ വിഷയം. 2-ാം അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. 3-ാം അധ്യായത്തിലെ പ്രത്യക്ഷത ശരിക്കും പഠിച്ചാൽ അത് 2ാമത്തെ വരവിന്റെ 2ാം ഘട്ടമാണ്. 3:13 വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത 2ാം വരവിന്റെ 2ാം ഘട്ടമാണ്. 2ാം വരവിൽ എങ്ങനെ വരുന്നത്? 2ാം വരവ് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ജ്ഞാനത്തോടും കൂടെ. അപ്പൊ അത് ആ കൂടെ വിശുദ്ധന്മാരില്ല. വിശുദ്ധന്മാരെ ചേർക്കാനാണ് ഇങ്ങോട്ട് വരുന്നത്, ഭൂമിയിൽ വരുന്നില്ല. വിശുദ്ധന്മാരെ ചേർക്കാൻ ഇങ്ങോട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വിശുദ്ധന്മാര് ക്രിസ്തുവിൽ മരിച്ചവര് ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. പോക്ക് സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്ന ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു പോകുന്നത് പോലെ നൊടിയിടമുണ്ട്. ഒരു സെക്കൻഡിനെ 8ആയിട്ട് പകത്തിലടിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗത്തിന് എന്തോ സമയദൈർഘ്യമുണ്ട്. അതിലും ലോപമാണ് രൂപാന്തരം. ആരോട് പറയാനാ? അങ്ങ് ചെല്ലും, അവിടെ ചെന്ന് സ്വർഗത്തിൽ ചെല്ലും. സഭ ചെന്ന ഉടനെ എന്നാ പരിപാടി? ഞാൻ ചോദിച്ചു, സ്വർഗത്തിൽ ചെന്ന ഉടനെ ഒരു അമ്മ ചെന്ന ഉടനെ ആത്മാവിലാകണമെന്ന്. ഞാൻ ഇവിടെ എങ്ങും തലവില്ല. അമ്മയ്ക്ക് സ്വർഗത്തിൽ ചെന്നിട്ട് വേണമെന്ന്. ഇവിടെ ആത്മാവിലാകുമ്പോ തലയിരുന്ന് ഉറങ്ങുക എന്ന് വെച്ചാൽ എനിക്ക് സ്വർഗത്തിൽ ചെന്നിട്ട് വേണമെന്ന്. പിന്നെ ഇവിടെ പാട്ട് പാടി ആരാധിക്കുമ്പം ചുമ്മാ നോക്കിയിരിക്കുക, കൈ കെട്ടിയിരിക്കുക. സ്വർഗത്തിൽ ചെന്നിട്ട് വേണം. വള്ളംകുളത്ത് പ്രസംഗിച്ചപ്പോ ചോദിച്ചു സ്വർഗത്തിൽ ചെന്ന ഉടനെ. അപ്പൊ ഒരു മോളിൽ നിന്ന് പറഞ്ഞ സ്വർഗത്തിൽ പറഞ്ഞു സ്വർഗത്തിൽ ചെന്ന ഉടനെ കല്യാണമാണ്. അവിടെ 2 കെട്ടിയതാണ്. അവളെ 2 കെട്ടി എന്നിട്ടും അടക്കം വരുന്നില്ല. പിന്നെ കല്യാണം.
സ്വർഗത്തിൽ ചെന്ന ഉടനെ ഞാൻ പറഞ്ഞ മോളിൽ മിണ്ടാതിരി. ഇതേ സ്വർഗത്തിൽ ചെന്ന ഉടനെ ആരാധനയും കല്യാണവും അല്ല. സ്വർഗത്തിൽ ചെന്ന ഉടനെ ന്യായവിധിയാണ്. അപ്പൊ ഞങ്ങളൊരു പാവം ചോദിച്ചു, പിന്നെയും പ്രശ്നമാണോ? എന്തെല്ലാം കഷ്ടവും പോരാട്ടവും നിന്ന് ആക്ഷേപവും അപമാനവും ഒക്കെ സഹിച്ചാ അങ്ങോട്ടൊന്ന് കുടിക്കാൻ ഒക്കുന്നില്ല, വലിക്കാൻ ഒക്കുന്നില്ല. എന്നാ ചിലര് പാപ്പച്ചനൊരു ബലഹീനത ആയിക്കോട്ടെ, ഉള്ളതാട്ടെ. ചില പറയല്ലേ പുള്ളി കുടിക്കുമെങ്കിൽ ഒറ്റ സഹായം മുടക്കില്ല. വർഷത്തിന് പുള്ളി മുന്നിലുണ്ട്. തന്നെയല്ല പുള്ളി ഈ കൺട്രോള് പോകുന്ന രീതിയിലൊന്നും ഡീസന്റ്. പാസ്റ്റർമാരുടെ വളരെ ഞാന് 12:30 വരെ എടുത്തോട്ടെ. പ്രതിപക്ഷ ബഹുമാനമാണ് അതിനായി ചോദിക്കുന്നത്. ഒന്നോ ഇത്ര വേണ്ട, ഗുണമാകാൻ തന്നെ 12:30 ഗുണമാണ്. ഒരു കാര്യം പറയാം, സ്വർഗത്തിൽ ചെന്ന ഉടനെ ന്യായവിധിയാണ്. അതാ ബാബുക്കുട്ടി ചോദിച്ചു പിന്നെയും പ്രശ്നമാണോ എന്ന്. ഞാൻ പറഞ്ഞു ബാബുക്കുട്ടി പേടിക്കണ്ട, ന്യായവിധിയാ. അതാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ന്യായവിധി എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളു, ന്യായമായ എത്ര ഉള്ളു ന്യായമായ വിധി. ഇവിടെ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഒന്നെങ്കിൽ മരണം വരെ, ഇല്ല കാഹള ശബ്ദം കേൾക്കുന്നത് വരെ ഞാനും നിങ്ങളും പറഞ്ഞതും ചെയ്തതും പ്രവർത്തിച്ചതും ഇടപെട്ടതും ഒക്കെ സകല വിഷയത്തിന് ന്യായം വിധിക്കും. ആ ന്യായവിധി, ന്യായമായ വിധി, അത്രേ ഉള്ളൂ. പാവക്കുട്ടി ചോദിച്ചു എല്ലാം വെളിപ്പെടുമോ? ഞാൻ പറഞ്ഞു മുഴുവൻ ദിവസം വെളിപ്പെടും, എല്ലാം വെളിപ്പെടും. രക്ഷിക്കപ്പെടുന്നത് വരെയുള്ളത് മുഴുവൻ ക്ഷമിച്ചു രക്ഷിക്കപ്പെട്ടവർ. എന്നാൽ രക്ഷിക്കപ്പെട്ട മുതല് മരണം വരെ, അല്ലെങ്കിൽ കാഹളത്തിന്റെ ശബ്ദം കേട്ടത് വരെ ഞാനും നിങ്ങളും ചെയ്തതും പ്രവർത്തിച്ചതും സംസാരിച്ചത് ഇടപെട്ടത് പോയത് വന്നത് ഇരുന്നത്, സങ്കീർത്തനക്കാരന്റെ ഭാഷ പറഞ്ഞ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തവൻ ഹൃദയ നിരൂപണം. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം. എനിക്ക് ഒത്തിരി പാടണമെന്നുണ്ട്, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട്. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കൂടെ വരികയായിരുന്നു, നല്ലതായിരുന്നു. എന്തിനാണ് വിളിക്കും ആവശ്യമാണോ? അപ്പൊ ശ്രദ്ധിക്കുക, സ്വർഗത്തിൽ കണ്ടു കഴിയുമ്പോൾ ന്യായം വിളിക്കാം. അത് ആകുട്ടി വെച്ചാൽ പിന്നീട് പ്രശ്നമാണോ? പ്രശ്നമൊന്നുമില്ല, ന്യായമായി വിധി. അതിന് എല്ലാം വെളിപ്പെടും. എല്ലാം വെളിപ്പെടുമോന്ന് ഞാൻ പറഞ്ഞ എല്ലാം വെളിപ്പെടും. പിന്നെ ചോദിക്കാം ഞങ്ങളുടെ റോസമ്മ കാണുമോന്ന്. പുള്ളിക്ക് അതാണ് വിഷയം, വെളിപ്പെടുന്നതല്ല വിഷയം, റോസമ്മ ഇത് കാണുമെന്നുള്ളതാണ്. ഞാൻ ബാബുക്കുട്ടിയുടെ മനോവേദന കണ്ടേച്ച് പറഞ്ഞു, ബാബുക്കുട്ടി റോസമ്മയെ കാണിക്കുക. സ്തോത്രം, എനിക്ക് അതറിഞ്ഞാൽ മതി, അതറിഞ്ഞാൽ. എന്തായാലും ഒരു കാര്യം പറയാം, സ്വർഗത്തിൽ ചെന്ന് ന്യായവിധി, അത് കഴിഞ്ഞ് പ്രതിഫലം, അത് കൂടെ നമുക്ക് വസ്ത്രമൊക്കെ ലഭിക്കുന്നത് നീതി പ്രവർത്തിക്കനുസരിച്ച്. കല്യാണ വസ്ത്രം എന്നൊക്കെ അലങ്കാര ഭാഷയിൽ കൊടുത്തിരിക്കുക. സ്തോത്രം. അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും ശോഭാമൂലം, അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും ശോഭാമൂലം, എന്തു പരിപൂർണ അണിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തത്, എന്തു പരിപൂർണ അണിയും
ദന്തം കൊണ്ടുള്ളതാ പാടാൻ നേരമില്ല. ദൈവത്തിന് മഹത്വം. നേരമില്ലാത്തതുകൊണ്ടാണ്. എന്നാലും എനിക്ക് ഇത്ര സമയം തന്നതിൽ നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, വിശേഷ വസ്ത്രമൊക്കെ തന്നേ. കല്യാണം അലങ്കാര ഭാഷയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊരു വരവുണ്ട്. ആ വരവാണ് ഈ 3:13 പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചോ. 3:13 രണ്ടുപേരും വായിക്കേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ എന്ന് പറഞ്ഞാൽ രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടം. രണ്ടാം വരവിന് 2 ഘട്ടമാണ്. ഒന്ന് മേഘപ്രത്യക്ഷത, 2 മഹത്വ പ്രത്യക്ഷത. മേഘപ്രത്യക്ഷത തിരുസഭയെ ചേർക്കാൻ, മഹത്വ പ്രത്യക്ഷത തിരുസഭയുമായിട്ടുള്ളതാണ്. ഈ കാര്യമാണ് വെളിപ്പാട് പുസ്തകം 19:11. പെട്ടെന്ന് വായിച്ചോ. വെളിപ്പാട് 19:11, വെളിപ്പാട് 1:7, 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്ന പിന്നെ അവന് സത്യവാനും വിശ്വസ്തനും സത്യവാനും എന്ന് പറയാം. പിന്നെ അവൻ നീതിയോടെ വിധിക്കും. പിന്നെ അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, പിന്നെ എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. പിന്നെ അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. പിന്നെ അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. തർക്കമില്ലല്ലോ. യേശുക്രിസ്തു വേറെ വ്യാഖ്യാനം ഒന്നും വേണ്ട. അവന് ദൈവവചനമെന്ന് പേര്. അടുത്ത വാക്യം. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ നിർമ്മലവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് ഈ വരവിനെ പറ്റി തന്നെയാണ് 3:13 പൗലോസ് തെസ്സലോനിക്കർക്ക് പറഞ്ഞത്. വിശുദ്ധന്മാരുമായി വരുന്നുണ്ട്. വിശുദ്ധന്മാരെല്ലാം കൂടെ വെള്ളക്കുതിര പുറത്ത് കയറി ഒന്നിച്ചുള്ള ആ വരവിനെ പറ്റി കണ്ടപ്പോൾ മേഘം ഉടുത്തോണ്ട് വരുന്നത് പോലെ തോന്നി. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ ഞാന് മുന്നോട്ട് ഓടിച്ചെല്ലുമ്പോ യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. അതാണ് ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം. അത് നമ്മൾ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തേണ്ടതുള്ളത് കൊണ്ട് മറ്റു ഭാഗമെല്ലാം വിട്ടേച്ച് ഒരു കാര്യം പറയുവാൻ ആശിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് തെസ്സലോനിക്ക സഭയോടും വിശ്വാസികളോടും അപ്പോൾ തന്നെ പൊതുസഭയോട് പറയുക, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം ഈ ഓടിച്ചു പറയാം. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും. ഈ ദൈവത്തിന് ഇഷ്ടമുള്ള പലതും നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടമുള്ള പലതും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ അവിടുത്തെ ഹിതത്തിനായിട്ട് അവിടുത്തെ ഇഷ്ടത്തിനായി തന്നെ. ആ കഥ തുറന്ന് വെളിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാണ്. ഡോറ് തുറക്കേണ്ട താമസമുള്ളൂ. ഇവിടെ ഇരുന്ന് ആ നോട്ടോ ഇരിക്കുമ്പോൾ ഡോറ് തുറക്കേണ്ട താമസം. ഒരു കാര്യം പറയാം, ദൈവത്തിന് ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടമുള്ളത് ദൈവത്തിനും ഇഷ്ടമല്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായി നിങ്ങളോട് പറയാം, അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഇന്ന് സമർപ്പിക്കും.
ഇടയ്ക്കത്ത് ഒത്തിരി വിശദീകരിച്ചാ പറയണ്ടെങ്കിൽ പ്രധാന കാര്യം മാത്രം പറഞ്ഞങ്ങ് നിർത്തുക. നമ്മൾ ഈ പെന്തിക്കോസുകാര് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിഷയം നമ്മൾ പ്രാർത്ഥിച്ച് പുള്ളിക്ക് ഇഷ്ടമാകുന്ന വിധത്തിലാക്കും. പുള്ളിക്ക് ഇഷ്ടമല്ല, പുള്ളി നേരത്തെ പറഞ്ഞതാ ഇഷ്ടമല്ല, പക്ഷെ നമുക്ക് ചില വിഷയം ഇഷ്ടമാണ്. നമ്മൾ അതിന് പ്രാർത്ഥിച്ച് പുള്ളിയെ കൊണ്ട് തന്നെ അതിന് നിർബന്ധിത ദൈവഹിതം സമ്മർദ്ദം കൊടുക്കുക. ചെല്ലു പറയത്തില്ല തന്നല്ലാതെ തന്നെ വിടുകയല്ലെന്ന്. ചെല്ലു പറഞ്ഞ കേട്ടിട്ടില്ലേ? ഞങ്ങൾ ആ വിഷയത്തിൽ ദൈവത്തോട് പറഞ്ഞു തന്നല്ലാതെ തന്നെ ആരെ വിടുകയല്ലെന്ന്? ദൈവത്തെ. നമ്മുടെ പിടി നിൽക്കുന്ന ആളല്ലേ. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. നമുക്കിത് ലഭിച്ചിരിക്കുന്ന ഉപദേശം എന്താണെന്നറിയാമോ? ഏത് വിഷയത്തിനായി പ്രാർത്ഥിച്ചാലും ഇതാ നമ്മുടെ പ്രമാണം. കർത്താവേ, അവിടുത്തേക്ക് ഇഷ്ടമാണെങ്കിൽ, അവിടുത്തെ ഹിതമാണെങ്കിൽ, അതല്ലാതൊരു വ്യവസ്ഥ നമുക്കില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ഇഷ്ടമാക്കി എടുക്കും. വിശദീകരിക്കുന്നില്ല. ഹിസ്കിയാവ് ദീനം പിടിച്ചു മരിക്കാറായി. പ്രവാചകൻ ചെന്ന് പറഞ്ഞു, ഗൃഹകാര്യമെല്ലാം ക്രമത്തിലാക്കുക, സഭയ്ക്ക് ആകുകയല്ല, ചത്തുപോകും. പറഞ്ഞു പുള്ളി പോയി. ഹിസ്കിയാവ് ഉടനെ ചുവരോട് ചേർത്ത്, താവേ, നേരത്തെ ചെയ്തതെല്ലാം ഒന്ന് ഓർക്കണം, ഏകാഗ്രതയോടും വിശ്വസ്തയോടൊക്കെ തിരുമുമ്പ് നടന്ന് നിനക്ക് പ്രസാദമുള്ളതെല്ലാം ഞാൻ ചെയ്ത കാര്യം നീ ഒന്ന് ഒരു പൂച്ചയും കരച്ചിലും, നമ്മുടെ ഭാഷ പറഞ്ഞ പിടിച്ചു വെച്ചൊരു പ്രാർത്ഥനയും, മുട്ടിപ്പായിട്ടൊരു പ്രാർത്ഥനയും, ഒരു നിലവിളി, ഉപവാസവും. നമുക്ക് ഈ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ സമരമുറയാ ഉപവാസ പ്രാർത്ഥന. വിശദീകരിക്കുന്നില്ല. പുള്ളി ഒരു പ്രാർത്ഥന. നടുമിറ്റത്ത് പോയ പ്രവാചകൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞ് 15 തന്നേക്ക് നന്ന്. 15 സഭായത്തിന് ഹിസ്കിയ രാജാവ് നമ്മുടെ സഭായത്തിന് വരുന്നെങ്കിൽ ആർക്കും സാക്ഷ്യമില്ലെങ്കിൽ നമ്മൾ ഹിസ്കിയാവിന് സാക്ഷ്യം കൊടുക്കണം. നമ്മൾ പറയും ഹിസ്കിയാവ്, നമ്മുടെ സഹോദരൻ ഹിസ്കിയാവ് തീർന്നു പോകേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ സഭയായിട്ട് പ്രാർത്ഥിച്ച്, ഞാനും പ്രാർത്ഥിച്ചു, പുള്ളിയും പ്രാർത്ഥിച്ച്, കരഞ്ഞ് നിലവിളിച്ച് ദൈവം 15 വർഷം കൂട്ടിക്കൊടുത്ത് കരങ്ങൾ ഉയർത്തി. ഇപ്പോഴല്ല ആ സഭായത്തിനെ ദൈവത്തെ സ്തുതിക്കാൻ ഞാനും പറയും, നിങ്ങളും പറയും, ഞാനും സ്തുതിക്കും. 15 വർഷമാണ് കൊടുത്തത്. പക്ഷെ നിങ്ങൾ ആ തിരുവചനം പഠിച്ചാൽ ഹിസ്കിയാവ് ആ സമയത്ത് മരിക്കുന്നതായിരുന്നു ദൈവഹിതം. അതെ, പിടിച്ചു വെച്ചൊരു പ്രാർത്ഥന 15 കിട്ടി, ഗുണമായില്ല. ഈ 15 വർഷത്തിലെ 2ാം വർഷം ഒരു ചെറുക്കനുണ്ടായത്. അവന്റെ പേര് മനേഷേ. ഇതുപോലൊരു അവനെ ശത്രുക്കളെ കാണിക്കാവുന്നതിന്റെ പരമാവധി കൊണ്ടുവന്ന് കാണിച്ചു, അടിച്ചു നൂത്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവിടുത്തെ ഹിതത്തിനാണ്. ഇനി ഇടയ്ക്കൊരു കാര്യം പറയാം. പ്രവാചകൻ വന്ന് ഹിസ്കിയാവിനോട് പറഞ്ഞു 15 കൂട്ടിത്തരാം, പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഗൃഹകാര്യം ക്രമത്തിലാകണം. എന്നിട്ടൊരു അടയാളം കൊടുത്തു. ആകാശിന്റെ കടികാരത്തിൽ സൂര്യനെ അനുസരിച്ച് പറ, എന്തേലും ഒന്ന് പറ, അങ്ങനല്ലേ എഴുതിയേക്കുന്നേ. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന പദം ആകാശിന്റെ കടികാരം. എന്തുവായി ആകാശിന്റെ കടികാരം? ആ 38:9 ആകാശിന്റെ കടികാരം എന്ന്. യെശയ്യാവ് 9-10 അവിടെ ഒരു പദമുണ്ട്, ആകാശിന്റെ കടികാരം. കടികാരം ഓടുന്നില്ലായിരിക്കും. ആകാശിന്റെ ഘടികാരത്തിൽ അത്ര മതി. ഒന്നുകൂടെ വായിച്ചു നോക്കിക്കൂടെ. ആകാശിന്റെ ഘടികാരം, ആകാശിന്റെ ഘടികാരം. ഇങ്ങോട്ട് നോക്കിയേ, എന്തുവായി ആകാശിന്റെ ഘടികാരം? സമയം നോക്കുന്നതാന്ന് എനിക്കും അറിയാം. ആകാശിന്റെ ഘടികാരം ഇത് ആരോടാ പറഞ്ഞേക്കുന്നത്?
ഹിസ്കിയാവിനോട്. അതിന് ഹിസ്കിയാവിനോട് ആകാശത്തിന്റെ ഘടികാരത്തെ പറ്റി പറയാൻ കാര്യം നിങ്ങൾക്ക് അങ്ങനെ പറയാം. ആകാശ് ഹിസ്കിയാവിന്റെ അപ്പനാണ്. കൂട്ടുകൊന്നും വേണ്ട, ഞാൻ കണ്ടു കൂട്ടുന്നത് ആണോ എന്നൊരു ചിന്ത. അങ്ങനെ തന്നെ അപ്പോൾ ആകാശ് അവന്റെ വലിയപ്പനാണ് ഉസിയാവ്. ഉസിയാവിന്റെ മകനാണ് യോനാം. യോനാമിന്റെ മകനാണ് ആകാശ്. ആകാശിന്റെ മകനാണ് ഹിസ്കിയാവ്. ഹിസ്കിയാവിന്റെ മകനാണ് മുമ്പേ വായിച്ച മനേഷെ. ഇവന്റെ വലിയപ്പനാണ് ഉസിയാവിന്റെ വലിയപ്പൻ അമസിയാവ്. അവന്റെ അമ്മ യോവാഷ്. അവന്റെ അവൻ അഗസിയാവ്. നിങ്ങളെ പുസ്തകം പഠിക്കുമ്പോൾ അറിയാം. ആരോട് പറയാം. അപ്പോൾ ഹിസ്കിയാവിനോട് ദൂര് പറഞ്ഞു ആകാശിന്റെ ഘടികാരം എന്ന് പറയാൻ കാര്യം അവിടെ പറഞ്ഞോ ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ. ഉസിയാവ് ആരാണെന്ന് നമുക്കറിയാം, നിങ്ങൾക്കറിയാം. സഭാകോളിൽ കിടന്ന് വഴക്കുണ്ടാക്കിയവനാ. ധൂപം കാട്ടുവാൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കും ഉസിയാവ് കോപിച്ചു. അപ്പോൾ വലിയപ്പൻ സഭയിൽ കിടന്ന് 16-ാം വാക്യം വായിച്ചു. 26-19 അല്ലേ? ആ കണ്ണിക വലതുവശത്തെ കണ്ണിക തുടങ്ങുന്നിടത്ത്. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ ധൂപം കാട്ടുവാൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കും ഉസിയാവ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം. അതാ ഞാനത് പറഞ്ഞില്ലേ? പറഞ്ഞ 28-19 16 വായിക്കോ, എടുത്തതെന്ന് വായിക്കേ. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ തൃക്കണ്ണമംഗലാണ് വായിക്കുന്നത്. ഉസിയാവ് കോപിച്ചു. ധൂപം കാട്ടുവാൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ ധൂപകലശം കയ്യിൽ പിടിച്ചോണ്ട് വേറെ പുസ്തകം കൈ വെച്ചോണ്ട് വഴക്കുണ്ടാകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലര് മര്യാദക്കാരാ. കുഞ്ഞുഞ്ഞമ്മ ഇത് പിടിച്ച ഞാൻ 2 വാക്ക് അത് കുറച്ചുകൂടെ മര്യാദ. കുഞ്ഞുഞ്ഞമ്മയാണെങ്കിൽ പിടിക്കാൻ പമ്മി നിൽക്കുന്നുണ്ട്. നല്ല കാര്യം. ഒന്നുകൂടെ വായിച്ചോ. കേക്കട്ടല്ല. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ഇവൻ സഭാകോളിൽ കിടന്ന് വഴക്കുണ്ടാക്കുക. വേറെ പുസ്തകം പിടിച്ചോണ്ട്. എന്റെ ഭാഷയാ. ഇവനൊരു മകനുണ്ടായിരുന്നു യോധ. അത് 27-1 വായിച്ച. 27-1 യോധാം വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. എന്തിനാ ഒത്തിരി പ്രായം? അടുത്ത വാക്യം. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂഷ എന്ന് പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ ഒക്കെ യഹോവയ്ക്ക് പ്രസാദമുള്ളതായെങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. അപ്പൻ സഭാകോളിൽ കിടന്ന് വഴക്കുണ്ടാക്കി. മോൻ സഭാകോളിൽ കേറുന്നില്ല. എന്താ നിന്റെ സന്തതി സഭാ? നീ ഇതിനകത്ത് കയറി അന്ന് മുതൽ ഓടാലിയ. ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, കൂട്ടു സഹോദരങ്ങൾക്കെതിരെ, വിശ്വാസിക്കെതിരെ നീ കുരുക്കുണ്ടാക്കി, തന്ത്രമുണ്ടാക്കി മെനഞ്ഞാൻ നിന്റെ സന്തതി ഇതിനകത്ത് കയറുകയല്ല. ഇപ്പൊ പ്രാർത്ഥിക്കണേ പാസ്റ്ററെ, മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ ഞാൻ കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കാമോ? മോന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാന്നറിയാമല്ലോ. അവനിങ്ങനെ നീ സഭാകളിൽ കിടന്ന് വഴക്കുണ്ടാക്കിയപ്പോ ഓർക്കണം. ഉണ്ടായിസ കാണിച്ചപ്പോഴേ, കൊമ്പ് ഓർത്തപ്പോഴേ ഓർക്കണം നിന്റെ സന്തതി ഇതിനകത്ത് കയറുകയല്ലെന്ന്. അപ്പോൾ ധൂപം കാട്ടുമ്പോ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കുക വഴക്കുണ്ടാക്കി. അവന്റെ മകൻ യോധ സഭാകളിൽ കയറുകയല്ല. അവന് ഓളിന്റെ അവിടെ വരുമ്പം 100 അതുവരെ 40 വന്നവനെ. ഇനി എവിടെ ഒരു മകനുണ്ടായിരുന്നു. അവന് പേര് ആകാശ്. 28-24 വായിച്ച. എല്ലാം വായിക്കാൻ നേരമില്ല. 28-24 വായിക്കും. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. തുടച്ചെന്നല്ലോ, ഉടച്ചു. ഗുണമുള്ളവൻ തുടയ്ക്കും, ഇവൻ ഉടച്ചു. അടുത്തത് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അവൻ സഭാകോള് കൂട്ടി. അപ്പൻ സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കി. മോൻ സഭയെ കയറുകയായിരുന്നു. കൊച്ചുമോന്റെ കാലം വന്നവൻ സഭ കൂട്ടി. അവൻ സഭാകോള് കൂട്ടിച്ചു. താക്കോലുമായിട്ട് ഉമ്പനാട്ടിന് പോയി. എങ്ങനെ ഗുണമാകും? ദൈവത്തിന് മഹത്വം.
ഞാൻ നടക്കുന്നതേ പറയുള്ളൂ, നടക്കാൻ തോന്നുന്നു ഞാൻ പറയത്തില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു കാര്യം പറയാം, വലിയപ്പൻ സഭ കിടന്ന് വഴക്കുണ്ടാക്കി, മകൻ സഭ കേറത്തില്ല, കൊച്ചുമോൻ സഭ പൂട്ടി. അവന്റെ മകനാ ഹിസ്കിയാവ്. അതുകൊണ്ടാ ഹിസ്കിയാവിനോട് പറഞ്ഞത് ഗൃഹകാര്യം ഒന്ന്. വലിയപ്പനോ അപ്പനോ ചേട്ടനോ അനിയനോ ഒക്കെ ഗുണ്ടായുസം കാണിച്ച് വഴക്കുണ്ടാക്കി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്രമീകരിക്കണം. നിരപ്പ് പ്രാപിക്കേണ്ട വിഷയത്തിൽ ഞാൻ എന്നോടും കൂടെ അതുകൊണ്ട് പറഞ്ഞത്, എന്നോട് മെയിൻ എന്നോടാ. സഹോദരങ്ങളോടോ യാത്രക്കാരോടോ സഭാവിശ്വാസികളോടോ ഒക്കെ ഉണ്ടെങ്കിൽ അതെ ഞാനും നിങ്ങളും അതെ ഗൃഹകാര്യം. ഇനി പ്രധാനമന്ത്രി കടികാരം ഞാൻ പറയാൻ നേരമില്ല. കടികാരം അതിനെ കടികാരമല്ല, അത് പറയാം. അവനെ ഈ കാശും പുത്തനും ഒക്കെ ആയി കഴിഞ്ഞപ്പോ പുള്ളിക്കൊരു ചെറിയ തണ്ടുവൊക്കെ വന്നാർക്ക് ഈ ആകാശൻ ഇവനപ്പം നേരെ ചെന്ന് തിക്ലത്ത് പിലേസറുമായിട്ടങ്ങ് യോജിച്ചു. ഗുണം പിടിക്കാത്തവനുമായിട്ട് സംബന്ധം കൂടിയെന്നല്ല, പുള്ളി കപ്പം കൊടുത്തു. കപ്പം കൊടുത്തു. സ്വാതന്ത്ര്യാഴ്ച കിട്ടുന്ന പൈസ എടുത്ത് ഞാൻ നാട്ടിലൊക്കെ പറയും, ഇവിടുത്തെ രീതിയൊന്നും എനിക്കറിയത്തില്ല. റോഡ് പണിക്ക് പോകുന്നവൻ കാണും, റബ്ബർ വെട്ടാൻ പോകുന്നവൻ കാണും, അടുക്കള ജോലി ചെയ്ത് പാത്രം കഴുകി അതിന് കിട്ടുന്ന വരുമാനമായിട്ട് വരുന്ന ദൈവമക്കൾ സഹോദരിമാരുണ്ട്. പല വിധത്തിൽ ഡ്രൈവർമാര്, അങ്ങനെ പല ഏത് ജോലിക്കും അതിന്റെ അന്തസ്സുണ്ട്. എല്ലാ ജോലിക്കും അതിന്റെ അന്തസ്സുണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്നതിന് ഒരു വരുമാനമാ ഞായറാഴ്ച ആഴ്ചവട്ടത്തിന് 1-ാം നാളെ കൊണ്ടുവരുന്നത്. അത് കമ്മിറ്റിക്കാർ കൂടി കേസിനും കോടതിക്കും ഗുണ്ടയ്ക്ക് കൊടുക്കാനും വഴക്കിനും മല്ലിനും കൊടുത്താൽ അടിച്ച് നിന്റെ ഇടപാട് ദൈവം തീർക്കും. ഞാൻ എന്നോട് കൂടെ പറയാം. പൗലോസ് പറഞ്ഞ ആ പാപികളിൽ ഒന്നാമൻ എനിക്ക് ആദ്യത്തെ ദൂതം. ഇവന് തിക്ലത്ത് പിലേസറിന് കപ്പം കൊടുത്തു. കപ്പം കൊടുത്ത് ഒടുവിൽ അനാവശ്യമായിട്ട് യുദ്ധത്തിനെ കൊണ്ട് കൊടുക്കിയപ്പോൾ ഇവന് തിക്ലത്ത് പിലേസറിനെ കാണാൻ ചെന്നു. കാണാൻ ചെന്നപ്പോൾ അവര് പറഞ്ഞു പുള്ളി വേറെ സ്ഥലത്ത് പോയെന്ന്. അപ്പൊ ഇവൻ തിക്ലത്ത് പിലേസറിനെ കാണാനായിട്ട് അങ്ങ് ചെന്നു. വായിച്ച് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ച് വലത്ത് വശത്ത് മേളിൽ അത് തന്നെ ലാലിമാമ അശ്ശൂർ രാജാവായ ഒന്നുകൂടെ വായിച്ച് ആകാശ് രാജാവ് അശ്ശൂർ രാജാവായ തിക്ലത്ത് പിലേസറിനെ കാണാൻ എതിരേൽപ്പാൻ ദമ്മേശേക്കിൽ ചെന്നു. ബത്തപ്പാടാന്ന് ഓർത്തോണം. ദമ്മേശേക്കിൽ ചെന്നു. അടുത്തത് ദമ്മേശേക്കിലെ ബലിപീഠം കണ്ടു. ദമ്മേശേക്കിലെ ബലിപീഠം പുള്ളി കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും. ഞാൻ ഒറ്റ വാക്കി പറയാം. പുള്ളി ദമ്മേശേക്ക് ചെന്നപ്പോ അവിടെ ഒരു വലിയ ബലിപീഠം, കാഴ്ചക്ക് അല്പം വലിപ്പമുള്ളത്. അപ്പൊ പുള്ളി ഇത് കണ്ടേച്ച് ഒരു ഫോട്ടോ എടുത്തു ദമ്മേശേക്കിലെ ബലിപീഠത്തിൽ. എന്നിട്ട് പുള്ളി ഇവരുടെ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു, പിന്നെ ഊരിയ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു. ഹായ് പാസ്റ്റർ, ഞാനിപ്പോൾ ലൈവിലുണ്ട്. അപ്പൊ ചോദിച്ചു, പാസ്റ്റർ ചോദിച്ചു ഇവിടെ ലൈവില് ദമ്മേശേക്കില്. ഹായ്. അപ്പം പാസ്റ്റർ ഇങ്ങോട്ട് നോക്കിയാട്ടത്തെ ഈ ബലിപീഠം കണ്ടോ, യാഗപീഠം. പാസ്റ്റർ വണ്ടർഫുൾ. ഒരു ഇംഗ്ലീഷ് തെറ്റുന്നുണ്ടോ? തെറ്റുന്നുണ്ടോ പറയണം. ഞാൻ എന്ത് വിഷമിച്ചാ വണ്ടർഫുൾ ഈ ബലിപീഠത്തിന്റെ ഒരു മാതൃക എടുത്തേച്ച് വാട്സപ്പിനകത്ത് പുള്ളിയുടെ പാസ്റ്റർ ഊരിയ പാസ്റ്റർക്ക് അയച്ചു. അയച്ചു പറഞ്ഞു, പാസ്റ്റർ ഞാന് ദമ്മേശേക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സെയിം ഒരു യാഗവിടെ അവിടെ പണിത് വെച്ചേക്കാം. ഞാൻ തിക്ലത്ത് പിലേസറിനെ കണ്ട് കപ്പമൊക്കെ കൊടുത്ത് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു ഞാൻ തിരിച്ച് ദമ്മേശേക്കിൽ ഇവിടെ വരുമ്പോൾ സെയിം യാഗവിടെ ഇവിടെ പണിയണം. ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല, പണിയണം. ഊരിയ പാസ്റ്റർ പറഞ്ഞു, നമുക്കങ്ങനെ പ്രമാണമില്ല, നമുക്ക് കിട്ടിയിരിക്കുന്നതിന് കണക്കുണ്ട്. ആ കണക്ക് മേളിലത്തെ മാതൃകയുടെ കണക്കാണ്.
നമ്മുടെ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയെ പർവ്വതത്തിൽ വിളിച്ചു മാതൃക കാണിച്ചു. ആ സെയിം മാതൃക നമ്മളിവിടെ പണിത് വെച്ചിരിക്കുന്നത്. അച്ഛൻ ഇപ്പൊ ഇച്ചിരി മിടുക്കനാന്ന് കണ്ട വഴി ഇതൊന്നും മാറ്റാൻ പുള്ളി പറഞ്ഞ് മാറ്റിയില്ല, അട്ടപ്പാടിക്ക് ട്രാൻസ്ഫർ തരുമെന്ന് പറഞ്ഞു. നിന്നെ കായ്ക്ക് ഒടിക്കുകയെന്ന് പറഞ്ഞു. ഉയർഭാഷാകെ പറച്ച് എന്തിനേറെ ആകാശം തിരിച്ചു വരുന്നതിന് മുന്നേ പുള്ളി യാഗപീഠം പണിത് വെച്ചു. എന്നിട്ട് ചെയ്ത വേല നിങ്ങളെ പുസ്തകം പഠിച്ചാൽ അറിയാം. ദൈവത്തിന്റെ യാഗപീഠം അവിടുന്ന് ഇളക്കി, യവന്റെ യാഗപീഠം അവിടെ കൊണ്ട് സ്ഥാപിച്ചു. ഒരു കാര്യം പെന്തക്കോസ്തുകാരോട് പറയാം, നമുക്കുള്ള പ്രമാണം ഇതാ പ്രമാണം. നിനക്ക് സ്ഥാനവും മാനവും കാശും അധികാരവും ഒക്കെ അവൻ കിട്ടിക്കഴിയുമ്പോൾ നീ പ്രമാണം മാറ്റരുത്. ഇതാണ് നിന്റെ അടിസ്ഥാന ഉപദേശം. ഇത് അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇതാ ഉപദേശം. അല്ല വിമാനത്തിൽ കയറി ഇവിടെ വരുമ്പോ ഉപദേശം മാറിയാലെന്നെ മാറുകയല്ല. ലണ്ടനിൽ പോയാലും ഇതിന് മാറ്റമൊന്നുമില്ല. ന്യൂസിലൻഡിലോ അയർലൻഡിലോ അയർലൻഡോ ഏത് ലണ്ടനിലും പോടാ, ഇതിന് മാറ്റമില്ലൊന്നും. ടെക്സാസ് വരുമ്പോ ഇതിന് മാറ്റമുണ്ടോ? കുമ്പനാട്ടിൽ തന്നെ ടെക്സാസിലും ഇത് തന്നെ. നമുക്കാ മാറ്റം. ദൈവത്തിന്റെ മഹത്വം. പ്രമാണം എവിടെ പ്രമാണമാണ്. ഇത് ആചരിക്കുന്നവനെ അനുഷ്ഠിക്കുന്നവനെ ദൈവം ഉയർത്തും. നീ ഇവനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. എനിക്ക് നിങ്ങളുടെ മലയാളത്തിലെ ആരാധനയൊക്കെ കണ്ട് സന്തോഷം തോന്നി. പഴയ പാട്ടുമൊക്കെ പാടി ദൈവത്തെ ആരാധിക്കുന്നത് വലിയ സന്തോഷം. നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. ഏത് രാജ്യത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഇതിന് മാറ്റം വരരുതെന്ന്, ഇതാണ് ഇളക്കരുതെന്ന്. ഞാനേ ഇത് IPC കൂടെ ആയതുകൊണ്ട് പറയാം. ഇനി IPCയുടെ ആരംഭകാലത്ത് അങ്ങനെ ഇതിന്റെ പോക്ക്, ഇതിനൊരു ക്രമമുണ്ടായിരുന്നെന്ന്. ആ ക്രമത്തിലുള്ള കാര്യങ്ങൾ പിന്നെയും കൊണ്ടുപോകുവാൻ ദൈവദാസന്മാരെ ദൈവം അവൻ വീണ്ടും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഇതിന് മാറ്റമൊന്നും വരുത്തരുത്. പഴയ അവിടുന്ന് ഇളക്കരുതെന്ന്. എവനും ആൾക്കാരും കൂടെ പഴയ അവിടുന്ന് ഇളക്കി. ദൈവം കൊടുത്ത മാതൃക പ്രകാരം പണിത് ഇളക്കി അവൻ്റെത് കൊണ്ട് സ്ഥാപിച്ചു. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ഓർഡർ തെറ്റിച്ചു. പ്രമാണത്തിന്റെ അവൻ വ്യതിയാനം വരുത്തി. അതുകൊണ്ട് ക്രിസ്ത്യാനോട് പറഞ്ഞത് ഗൃഹകാര്യം ക്രമീകരിക്കണം. നിന്റെ അപ്പൻ ആകാശത്തിന്റെ കടികാരത്തില് സൂര്യനെ അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ ഹിതത്തിന് ഇന്ന് പകൽ സമർപ്പിച്ചാൽ നിന്റെ ആയുസ് ദൈവം നീട്ടിത്തരും. നീ ദൈവഹിതത്തിന് ഇന്ന് പകൽ സമർപ്പിച്ചാൽ നിന്റെ ആരോഗ്യം ദൈവം തരും. നിനക്ക് ആയുസ് ദൈവം തരും. നിന്റെ ശരിക്ക് ദൈവം മാറ്റം വരുത്തും. നിന്റെ സന്തതിക്ക് ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ആത്മയെ അനുവദിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് ദോഷപ്പെടുത്താൻ ദൈവം അനുവദിക്കത്തില്ല. ഞാന് ഇത് ദീർഘമാക്കുന്നില്ല. 4-5 മിനിറ്റ് കൊണ്ട് എന്റെ വാക്കങ്ങ് നിർത്താം. അച്ചായന്റെ ബഹുമാനച്ചായൻ പറഞ്ഞു 12:30 കഴിയുന്നത് വരെ ആട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ബഹുമാനിക്കുന്നു. പെട്ടെന്ന് മതി ഗുണമാകാനാണ് ഇതൊക്കെ മതിയെന്ന്. പിന്നെ 10 ഗുണമാകും. അങ്ങനില്ലല്ലോ, 5 ഗുണമാകാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ഇഷ്ടമല്ല. ഈ കനാൻ ദേശം ഒത്തു നോക്കാൻ എത്ര പേരെയാ വിട്ടത്? ആരും പോയില്ലേ? 12. അവരുടെ യോഗ്യത എന്നായിരുന്നു? പ്രമുഖന്മാരായിരുന്നു. ആരാ പറഞ്ഞു? അച്ഛനല്ലേ പറഞ്ഞു. അച്ഛനും തുട്ടവുണ്ടല്ലോ. നാട്ടിലെവിടെ വീട്? അതിന്റെ അറിയാനുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 12 പ്രമുഖന്മാരെ വിട്ടു. ഇവരോട് ദൈവം പറഞ്ഞത് കനാൻ ദേശം ഒത്തു നോക്കാം. മോശം മുഖാന്തരം വായിച്ച് 13:1 സംഖ്യ പെട്ടെന്ന് വായിച്ചു. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പെട്ടെന്ന്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒത്തു നോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളുകൾ അവരെല്ലാം പ്രമുഖന്മാരായിരിക്കണം. അപ്പൊ ശ്രദ്ധിച്ച് ഓടിച്ചു പറയാം. ദൈവം ഞാൻ മോശം മുഖാന്തരം പറയുക കനാൻ ദേശം ഒത്തു നോക്കാൻ ആളെ അയക്കാം. ആരാ പറഞ്ഞേ? ഉറക്കെ പറ. ദൈവം പറഞ്ഞു. യഹോവ പിന്നെയും അവൻ കനാൻ ദേശം ഒത്തു നോക്കണമെന്ന് ആരാ പറഞ്ഞേ? ദൈവം തന്നെ പറഞ്ഞേ. ഇത് ദൈവമായിരുന്നോ?
കനാൻ ദേശം ഒത്തു നോക്കാൻ ആര് വിടണം? ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ദൈവമായിരുന്നു. അപ്പൊ നിങ്ങൾ അവരോട് ദൈവമല്ലേ പറഞ്ഞേ? അത് ദൈവം പറഞ്ഞേ, പക്ഷെ അവിടുത്തെ തിരികിതമല്ല. ഉദാഹരണം പറഞ്ഞിട്ട് പറയാം, പെട്ടെന്ന് പറയാം. നാട്ടിലെ രീതി വെച്ചാ പിള്ളേരെ കോയമ്പത്തൂരും ബാംഗ്ലൂരും കൊടൈക്കനാലിലും ഊട്ടിയിലും ഒക്കെ പഠിക്കാൻ വിടും. ചില പിള്ളേർ പഠിച്ചു മിടുക്കരായിട്ട് വരും, ചില പിള്ളേർ വേറെ പഠിത്തവും പഠിക്കും. അവസാനം പെൺപിള്ളേർക്ക് കല്യാണം ആലോചിക്കുമ്പോൾ നാട്ടിലെ രീതിയാ, എന്ത് ചെയ്താൽ ഇവർക്ക് കല്യാണം വേണ്ട. ഒടുവിൽ അവളെ സ്നേഹിച്ചും ക്ഷമിച്ചും ശാസിച്ചും വടക്ക് പറഞ്ഞു വെക്കുന്നവർ അവർക്ക് വേണ്ടെന്നാ പറയുന്നത്. ഒടുവിൽ അമ്മ തല്ലി, എന്നിട്ടും വേണ്ട. അപ്പൊ അമ്മ അനിയത്തിയോട് പറഞ്ഞു, ലില്ലിക്കുട്ടി നീ അവളോട് ചോദിച്ചില്ല, വരുന്ന അതിന്റെ ആലോചന ഇല്ല, ഇവിടെ മുടക്കുക. ലില്ലിക്കുട്ടി അതിന്റെ മട്ട പറയാം. ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞു, ബ്ലസ്സി ഞാൻ നിന്റെ അമ്മയുടെ അനിയത്തി, അതിന് നമ്മൾ കൂട്ടുകാരെ പോലെ എവിടെയും കൊണ്ട് തുറന്ന് അവള് പറഞ്ഞു, ലില്ലിക്കുട്ടി മാമേ ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യന് വാങ്ങിട്ട് നീ അതങ്ങ് പറഞ്ഞാൽ പോലെ, എന്ത് ആലോചനയാണ് നീ കളഞ്ഞേ. അവന്റെ പേര് ഡാനി ജോസഫ്. ആ പേരുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഡാനി. അപ്പൊ ചോദിച്ചാൽ IPC ആണോ ചർച്ച ഇല്ല, അവൻ ഓർത്തഡോക്സാണ്. അതൊക്കെ നിന്റെ അപ്പൻ സഭയുടെ സെക്രട്ടറി, ഉപ്പാപ്പൻ കമ്മിറ്റിയില്, വല്യപ്പൻ രക്ഷാധികാരി, ചേട്ടൻ ട്രഷറർ, അമ്മയാന്നേ സഹോദരി സമാജത്തിന്റെ അന്നാലും നീ അത്. അവിടെ അവള് പറഞ്ഞു, ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഡാനിയെ മാത്രമേ. അപ്പൊ സ്നേഹിച്ച് ക്ഷമിച്ചും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 8ക്ക് വേടിക്കും അടുക്കുന്നില്ല. അപ്പം പ്രായമുള്ള ആൾക്കാർ പറയും, ജോർജുട്ടി തല്ലിയിട്ട് കാര്യം, അവള് വേറെ വല്ല കടുക്ക ചെയ്യാൻ എന്തോ ചെയ്യും, അവര് കാര്യം ചെയ്യാൻ അത്യാവശ്യം ചുമതലപ്പെട്ടവരിൽ നിന്ന് കല്യാണം നടത്തിയെന്ന് വിടും. ചിലപ്പോൾ കല്യാണം നടത്തും, ബുദ്ധിയുള്ളവരങ്ങനെ നടത്തും. പക്ഷെ ഈ കല്യാണം അപ്പന്റെ ഇഷ്ടപ്രകാരമാണോ? അല്ല, അവിടെ നിർബന്ധത്തിന് എന്ന് പറഞ്ഞതുപോലെ കനാൻ ദേശം ഒത്തു നോക്കാൻ ആൾക്കാരെ വിട്ടത്. ഒന്നുകൂടെ വായിച്ചത് തെളിയിക്കാം, വായിക്കല്ലേ. പിന്നെയും അവിടെ അതിന്റെ കണക്ക് യഹോവ പിന്നെയും. അപ്പൊ അതിന്റെ അർത്ഥം മുന്നേ എന്തോ പറഞ്ഞു, മുന്നേ പറഞ്ഞ കാര്യം അനുസരിക്കാതെ വന്നപ്പോഴാ അനീഷ് കാവാലും പിന്നെയും വന്നു എന്ന് പറഞ്ഞാൽ മുന്നേ വന്ന് വന്നതാ. പിന്നെയും അപ്പൊ മുന്നേ പറഞ്ഞ കാര്യം അനുസരിക്കാതെ വന്നപ്പോൾ പിന്നെ കാര്യം പറഞ്ഞു ഒത്തു നോക്കാൻ പോകാൻ. വായിപ്പിച്ചത് സമയം കളയാൻ നേരമില്ല. എന്തുവാ നേരത്തെ പറഞ്ഞത്? ആവർത്തനം 1:19 മുതൽ വായിച്ചത് പെട്ടെന്ന്. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ദൈവം മുന്നമേ എന്നാ പറഞ്ഞത്? ഓടിച്ചു വായില്. പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോരേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ടത് വലതും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടെ നടന്നാൽ നിങ്ങൾ ഇപ്പോൾ കാദേശ് പർണ്ണയിൽ എത്തിയിരിക്കുന്നു. അടുത്ത വാക്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോര്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ ചെന്ന് കൈവശമാക്കണം. പിന്നെ ധൈര്യപ്പെടുകയും അരുതെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വായിച്ചേ. അധൈര്യപ്പെടുകയും വരുന്നത് ഇതാ ദൈവാലോചന. ചെന്ന് കൈവശപ്പെടുത്തണം. പേടിക്കരുത്, ഭ്രമിക്കരുത്, ചഞ്ചരിക്കരുത്. ചെന്ന് കൈവശപ്പെടുത്ത്. ഞാൻ നിനക്ക് മുമ്പായിട്ട് ദൂതനെ വിടും, ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെടും. ഇതായിരുന്നു ആലോചന. പക്ഷേ ഈ ആലോചന ഇവർ ഏറ്റെടുത്തില്ല. ഇത് ദൈവം പറഞ്ഞപ്പോ ഇവര് പറയും അടുത്ത വാക്കോട്ട് എന്നാണ് നിങ്ങൾ എല്ലാവരും അടുത്ത്. ഇത് ദൈവം പറഞ്ഞപ്പോ ഇവരെല്ലാം കൂടെ കമ്മിറ്റി കൗൺസില് ഉണ്ട്, അവരെല്ലാം കൂടെ അടുത്ത് നിങ്ങളെല്ലാം കൂടെ അടുത്ത് വന്നിട്ട് ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക. പിന്നെ ഇവരെല്ലാം കൂടെ കമ്മിറ്റി പറഞ്ഞു വെച്ചാൽ നമ്മള് പുള്ളി മേടിയിരുന്ന അങ്ങനെ പലതും പറയും. പൊക്കോ വിടുതൽ ജയമാണ്. പുള്ളി മേടില്ല, നമ്മള് തറയിലാധിക്കുന്നത്. നമ്മുടെ ബുദ്ധിയോടെ വേണം കാര്യം കൈകാര്യം ചെയ്യാൻ. പുള്ളിക്കോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, പൊക്കോടാണ്. പിന്നെ എനിക്ക് വെമ്പളുള്ളതാ, കൊച്ചുങ്ങളുള്ളതാ, അവനങ്ങനെ കീച്ചേണ്ടി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മള് ഒരു കമ്മിറ്റി രൂപീകരിക്കണം. അവരാദ്യം അങ്ങോട്ട് പോട്ടെ, അവര് ദേശമൊക്കെ കാണട്ടെ, കൊച്ചു നോക്കട്ടെ. വഴിയുണ്ടോ, ഹൈവേ ആണോ, ഷോർട്ട് കട്ടാണോ, വെള്ളമുണ്ടോ, കിണറുണ്ടോ, കുളമുണ്ടോ, തോടുണ്ടോ, നദിയുണ്ടോ, കഴിക്കാൻ വല്ലതും ഉണ്ടോ, കുടിക്കാനുണ്ടോ, ക്ലൈമറ്റ് എങ്ങനെയുണ്ട്, തീരദേശമാണോ, ഇടനാടാണോ, മലനാടാണോ അറിയണ്ടേ. അപ്പൊ അവര് ആദ്യം അങ്ങോട്ട് വിടും. അവര് പോയി ചെന്ന് അത് നന്നായിട്ടൊന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തിരിച്ചു കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്ക് റിപ്പോർട്ട്
വെളിച്ചത്തിൽ വേണം. ഉള്ളി വരാൻ പാടൊന്നും ചാടി പോകരുത്. ഉള്ളിക്ക് മേളിൽ എന്ന് പറഞ്ഞാൽ മതി. അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ നിങ്ങൾ എല്ലാവരും അടുത്ത് വന്നു. നാം ചില ആളുകളെ മുൻകൂട്ടി അയക്കുക. നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് ബോധിച്ചെന്ന് ദൈവം പറഞ്ഞത് ബോധിച്ചില്ല. ദൈവം പറഞ്ഞത് ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെടും, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടായി. ഇത് നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ദേശമാണ്, ചെന്ന് കൈവശപ്പെടുത്ത്. ഇതാ ദൈവമാണ്. അപ്പൊ ഈ കമ്മിറ്റിക്കാരനെ കൂടെ കൂടി വെച്ച് പറഞ്ഞു. പുള്ളി അങ്ങനെ പലതും പറയും. നമ്മൾ കുറച്ചു പേരെ തെരഞ്ഞെടുത്ത് ആദ്യം വിടണം, അവര് പോയി പഠിച്ചു വെച്ച് വരട്ടെ. അടുത്ത വാക്കുണ്ടോ? എന്നാറേ ആ വാക്ക്. അപ്പൊ തമ്പുരാൻ മനസ്സിലായി, ഞാൻ പറയുന്ന ഒന്ന് യുവമാര് അംഗീകരിക്കുക. അതുകൊണ്ട് ആ 13-ന്റെ 1 പറഞ്ഞത് യഹോവ പിന്നെയും ഒരു കാര്യം പറഞ്ഞ് നിർത്താൻ. എന്തെല്ലാം വൈതരണി ഉണ്ടായി. എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രമാണം പറയാം. അവിടുത്തെ ഹിതം, അവിടുത്തെ ഹിതം. അതിന് ഏറ്റവും വലിയ മാതൃക യേശു ക്രിസ്തു. ഗതസമനെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിയർപ്പ് തൊഴിൽ രക്തമായി നിലത്ത് വീണപ്പോൾ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന്, എന്നിട്ട് ചേർത്ത് പറഞ്ഞു എങ്കിലും എന്റെ ഹിതമല്ല, അവിടുത്തെ ഇഷ്ടം. അടുത്ത വാക്യം നിങ്ങൾ വായിക്കണം. ഇങ്ങനെ എഴുതിയേക്കുന്നത്, അവൻ മാനുഷികമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു ഇതൊന്ന് മാറ്റി തരാൻ. ചേർത്ത് പറഞ്ഞു എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം. അടുത്ത വാക്യത്തിൽ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാണ്. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാം, ഞാനും നിങ്ങളും ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ ഭാര്യ നിനക്കെതിരായിരിക്കും, ഭർത്താവ് എതിരായിരിക്കും, മക്കളും എതിരായിട്ട് വരും, സർക്കാരും ചിലപ്പോൾ തിരിഞ്ഞു വരാം. പക്ഷേ ദൈവം ദൂതനെ വിട്ട് നിന്നെ ശക്തീകരിക്കും. നീ തകർന്നു പോകാൻ ഞാൻ ദൂര് പറയാം, വചനത്തിൽ കൂടെ ദൂര് പറയുക. ഒരുപക്ഷെ അവൻ കൗൺസിലെതിരായെന്ന് വരാം, അവൻ നേതാക്കന്മാരെതിരായെന്ന് വരാം, കൂടെ പ്രവർത്തിക്കുന്നവരെതിരായിട്ട്. പിന്നെ വായിച്ചോ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും. നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും. നിന്നെ ബഹുമാനിക്കുവാൻ ദൈവം ദൂതനെ ഇറക്കും. ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ധൈര്യപ്പെടുത്തുവാൻ. എന്റെ വാക്ക് നിർത്തുന്നു. എനിക്ക് ശുശ്രൂഷയ്ക്ക് അവസരം തന്ന ആദരണീയ കർത്തദാസനോടും കുടുംബത്തോടും സഹശുശ്രൂഷകന്മാരോടും ഈ മാന്യസഭയോടും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഓർക്കുന്ന സമയത്ത് എളിയവനെയും കുടുംബത്തെയും അച്ചായനെ ഓർപ്പിച്ചല്ലോ. തിരുവല്ലയിൽ ഒരു കൂട്ടായ്മയുണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം, ദൈവഗതത്തിനായി സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ ദൈവദാസന് വേണ്ടി വളരെ പ്രാർത്ഥിക്കണം. നമ്മള് ഒരു വീട്